ചെറുപ്പക്കാര് കുട്ടികളോട് എല്ലാവർക്കും ആക്ഷേപം പറയും. ഞാൻ ഈ കുട്ടികളോടൊക്കെ ലോകത്തിൽ നിൽക്കലാണ്. നമ്മളെ ചില കുട്ടികളെ മുടി വെട്ടിയതും പോലെ ഫാന്റും പോലെ തേങ്ങാപ്പിണ്ണാക്കും ഒക്കെ കണ്ടാൽ ചിലപ്പോ ദേഷ്യം പിടിച്ചു. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ കുട്ടികൾ നോക്കിയാൽ നിങ്ങൾ, ഞാനിങ്ങനെ പുറംകളി കാണും ഇടക്കിടക്ക്. എന്നുവെച്ചാല് നമ്മൾ ഈ ഒരു മരിച്ച വീട്ടിലൊക്കെ പോകുമ്പോൾ കുട്ടികൾ ഇങ്ങനെ കുറെ ചെറുപ്പക്കാർ അവിടെ ഇങ്ങനെ കുസുകുസ് ഇവിടെ ഇങ്ങനെയൊക്കെ നിൽക്കണ്ടാവും. അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, കുറെ ചേരും കോലൊക്കെ കണ്ട. പക്ഷേ മയ്യത്ത് ഇങ്ങനെ എടുക്കാനായിങ്ങാണ്ട് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ ആ കുട്ടികളൊക്കെ അവിടുന്ന് അടുത്ത്, ആ കുട്ടികളൊക്കെ അടുത്തേക്ക് വരൂലേ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കേണ്ടി. കുറച്ചൊരു മര്യാദ ഉള്ള ഒരു ഉസ്താദ് ആ സമയത്ത് യാസീൻ ഇങ്ങനെ ഒരു കുറഞ്ഞ ഉയർന്ന സൗണ്ടില്, ഒരു ലേശ ഉയർന്ന ഒരു സൗണ്ടില്, ഒരു മിതമായ സ്പീഡിൽ ഇങ്ങനെ ഓതിയാല് ഈ അന്തം വിട്ട കുട്ടികളുണ്ടല്ലോ ഓരൊക്കെ നമ്മളപ്പോ യാസീനോട് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കലുണ്ട്. ഞാൻ പുറംകളി കാണുക എന്നുള്ളത് അതാ. നമ്മളിങ്ങനെ യാസീൻ ഓതുമ്പോ ഇങ്ങനെ സദസ്സൊക്കെ നോക്കും. അപ്പൊ നമ്മളെ മുടിയും പോലെ ചേരും കോലൊക്കെ കണ്ട ദേഷ്യം വരും. പക്ഷെ ആ കുട്ടികളൊക്കെ യാസീനൊപ്പം ഇങ്ങനെ കൂടാണ്. എന്താ കാരണം? നമ്മളെ മദ്രസയാണ്. ചിലപ്പോൾ യാസീൻ കാണാതെ ഓതിയാൽ തപ്പിപ്പഴ വരും. അതിന് ഉസ്താദ് കുറച്ചൊന്നും ഇങ്ങനെ ഉറക്കാൻ ഇങ്ങനെ ഓതിയാല് കുട്ടികളൊക്കെ ഒപ്പം ഓതും. അത് നമ്മളെ മദ്രസന്റെ ഗുണാണ്. അതേ സമയത്ത് അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട് നമ്മളെ നാട്ടിൽ. ഇവിടെ എത്രയോ പേര് ചോദിച്ചു നോക്കിയാൽ ഖമറുൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാം, ഇസ്സത്തുൽ ഇസ്ലാം, ലിവാഉൽ ഇസ്ലാം ഒക്കെ നല്ല പേരാണ്, അൽഹംദുലില്ലാ. പക്ഷേ ഓരോരുത്തർ വല്ല വിവരമുണ്ടോ? മദ്രസ ഇല്ല ഓരോ നാട്ടില്. മദ്രസ സംവിധാനമില്ല. ആയത്തുൽ കുർസി അറിയാത്തെ, വജ്ജഹത്തു അറിയാത്തെ. അല്ലാഹു റബ്ബി. കഴിഞ്ഞ പെരുന്നാളിന്, ചെറിയ പെരുന്നാളിന് ഞാൻ നിലമ്പൂർ ടൗൺ